ലോക അർബുദ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ സംസാരിക്കുന്നു. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ലോകമെമ്പാടും 2 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിവർഷം ക്യാൻസർ രോഗം നിർണ്ണയിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തും ഏകദേശം 14 ലക്ഷം ജനങ്ങൾക്ക് ക്യാൻസർ രോഗം പ്രതിവർഷം സ്ഥിരീകരിക്കപ്പെടുന്നു. മറ്റേതൊരു അസുഖത്തെയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗം തന്നെയാണ് ക്യാൻസർ. എന്തൊക്കെയാണ് ക്യാൻസർ രോഗം വരാൻ സാധ്യതയുള്ള ഘടകങ്ങൾ? അവയെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? ക്യാൻസർ രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസർ രംഗത്തെ ചികിത്സാ സംവിധാനങ്ങൾ എന്നിവ നമുക്കിന്ന് പരിശോധിക്കാം. ക്യാൻസർ രോഗം വരാൻ സാധ്യതയുള്ള ഘടകങ്ങളെ നമുക്ക് 2ആയി തിരിക്കാം. നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ, നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങൾ. പ്രായം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമാണോ? അല്ല. പ്രായം കൂടുന്തോറും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളുണ്ട്. ചെറുപ്രായക്കാരിൽ കണ്ടുവരുന്ന ക്യാൻസറുകളുണ്ട്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം പ്രായം കൂടിയ സ്ത്രീകൾക്കാണ് കൂടുതലായി കണ്ടുവരുന്നത്, പ്രായം കുറഞ്ഞവരെക്കാട്ടും. അതുപോലെ പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ക്യാൻസർ, പ്രായം കൂടുന്തോറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ക്യാൻസറിന് സാധ്യത കൂടുന്നു. ഇപ്പോൾ പ്രായം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമാണോ? അല്ല. നമ്മുടെ ലിംഗഭേദം, നമുക്ക് പുരുഷനായിരിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളുണ്ട്. ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ, വൃഷണത്തിലുണ്ടാകുന്ന ക്യാൻസർ എല്ലാം പുരുഷന്മാർക്ക് മാത്രം കണ്ടുവരുന്നതായിട്ടുള്ള ക്യാൻസറാണ്. അതേസമയം സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പുരുഷന്മാർക്കും സ്തനാർബുദം ഉണ്ടാകാം. 1% താഴെ ഉള്ള സ്തനാർബുദം പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും സ്ത്രീകളിലാണ് സ്തനാർബുദത്തിനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ പ്രായം, ലിംഗം ഇവയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണോ? അല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസറിൻ്റെ രോഗമുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമല്ല. നമ്മുടെ അമ്മ, അച്ഛൻ, അമ്മയുടെ ചേച്ചി, ചേട്ടൻ അങ്ങനെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്കും ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്. ഈ നിയന്ത്രിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രായം, ലിംഗം, രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഇവയെല്ലാം 5% താഴെ മാത്രമേ ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ള 95% ക്യാൻസറും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ക്യാൻസറുകളാണ്. എന്തൊക്കെയാണ് നമുക്ക് ആ നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ശരീരഭാരം. നമ്മുടെ ശരീരഭാരം കൂടുന്നതനുസരിച്ച് നമുക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നു. ഐഡിയലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള BMI ലിമിറ്റ്സിനകത്ത് നമ്മുടെ ശരീരഭാരം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊക്കം, സെൻറ്റിമീറ്ററിലുള്ള പൊക്കം അതിൽ നിന്ന് 100 കുറയ്ക്കുക. അപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ 60 അല്ലേ? അപ്പോൾ 60 കിലോ ആയിരിക്കും അയാളുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ശരീരഭാരം. രണ്ടാമതായി നമുക്ക് പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം 30 മിനിറ്റിലുള്ള ദ്രുതഗതിയിലുള്ള വ്യായാമം, 30 മിനിറ്റ്സ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് ആഴ്ചയിൽ ഒരു 7 ദിവസമുള്ളതിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റുള്ള ദ്രുതഗതിയിലുള്ള വ്യായാമം നമ്മൾ ശീലിക്കുക. അത് വേഗതയിലുള്ള ഒരു നടത്തമാകാം, അല്ലെങ്കിൽ എക്സർസൈസ് ആവാം. ഏത് തരത്തിലാണെങ്കിലും 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം ശീലിക്കുക. അപ്പോൾ നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കുക, ശാരീരിക പ്രവർത്തനക്ഷമത മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതായി നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണക്രമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് പിരമിഡ് തന്നെയുണ്ട്. ആ പിരമിഡിൻ്റെ ഏറ്റവും താഴെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 50% നമ്മുടെ ഭക്ഷണത്തിലും വരേണ്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ്. ബാക്കിയുള്ള ഒരു 25% മാത്രമേ ധാന്യങ്ങൾ, ബാക്കി ഒരു 25% പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് മത്സ്യം, ചിക്കൻ, മുട്ട, പാൽ മുതലായ ഭക്ഷണങ്ങൾ. ശരിക്കും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇങ്ങനെയാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മുടെ ഭക്ഷണക്രമത്തിൽ 50%-ലധികവും പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ധാന്യങ്ങളാണ്. ഉച്ചയ്ക്കാണെങ്കിൽ ചോറായിരിക്കും നമ്മൾ ഉണ്ണുക, രാവിലെ ആണെങ്കിൽ ദോശ, ചപ്പാത്തി മുതലായ ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ കഴിക്കുക. അപ്പോൾ ഈ പിരമിഡിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ച് ആ പിരമിഡിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ചോറുണ്ണുവാണെങ്കിലും അതിൻ്റെ അടുത്ത് കുറച്ച് സലാഡ്സ്, കുറച്ച് വെള്ളരിക്ക, കുറച്ച് ഇലക്കറികൾ, കുറച്ച് ക്യാരറ്റ് ഇവ അരിഞ്ഞ് വെച്ചേക്കുക. കഴിയുന്ന പോലെ നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ ഈ സലാഡ്സും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുക, ശാരീരിക പ്രവർത്തനക്ഷമത നിയന്ത്രിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശീലങ്ങൾ. പുകവലി പാടെ വർജിക്കുക, മദ്യപാനം കഴിയുന്നത്ര കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ക്യാൻസർ വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്ന പല ക്യാൻസറുകളും നമുക്ക് സ്വയം പരിശോധനയിലൂടെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആദ്യമായി സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്തനാർബുദം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. 25 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. എന്നിട്ട് കൈ രണ്ടും ഇടുപ്പിൽ വെച്ചുകൊണ്ട്
രണ്ട് മാറും തമ്മിൽ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക, തൊലി വല്ലതും ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ നോക്കുക, നിപ്പിൾ അഥവാ മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ നോക്കുക, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസം, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതേ കാര്യം തന്നെ രണ്ട് കൈയും പൂർണ്ണമായും ഉയർത്തിയ ശേഷവും നോക്കുക. കാരണം പൂർണ്ണമായും കൈ രണ്ടും ഉയർത്തിയാൽ മാത്രമേ മാറിന്റെ അടിഭാഗം നമുക്ക് കണ്ണാടിയിൽ വൃത്തിയായി കാണാൻ കഴിയുള്ളൂ. ഇത്രയും ചെയ്ത ശേഷം വലത്തെ കൈയിലുള്ള 3 വിരൽ, നമ്മുടെ ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ഈ 3 വിരലിന്റെ അഗ്രഭാഗം കൊണ്ട് ഇടത്തെ മാറ് പരിശോധിക്കുക. നിപ്പിൾ തൊട്ട് പരിശോധിച്ച് തുടങ്ങുക. എന്നിട്ട് പുറത്തേക്ക് വൃത്താകൃതിയിൽ പരിശോധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള തടിപ്പ്, മുഴ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വലത്തെ കൈയിലെ 3 വിരൽ കൊണ്ട് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിക്കുക. അതേപോലെ ഇടത്തെ കൈയിലെ 3 വിരൽ കൊണ്ട് വലത്തെ മാറും വലത്തെ കഷവും പരിശോധിക്കുക. ഇതേ പരിശോധന തന്നെ നമ്മൾ കിടന്നുകൊണ്ടും പരിശോധിക്കുക. ഈ പരിശോധന മാസത്തിലൊരിക്കൽ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പരിശോധനയാണ്. എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, തൊലിക്ക് നിറവ്യത്യാസം, തൊലിയിൽ എന്തെങ്കിലും വ്രണം പോലെ, അല്ലെങ്കിൽ സ്ഥലത്തിന് എന്തെങ്കിലും മുഴയോ തടിപ്പോ ആയിട്ട്, കഷത്തിൽ എന്തെങ്കിലും മുഴയോ തടിപ്പോ ആയിട്ട്, ഇത്രയും കാര്യങ്ങൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും അടുത്തുള്ള ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ കാണേണ്ടതായിട്ടുണ്ട്. സ്തനസ്വയ പരിശോധനയ്ക്ക് കേവലം 5 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. മാസത്തിലൊരിക്കൽ സ്വയം പരിശോധിക്കുക. ഈ ഡേറ്റ് നമ്മൾ മറന്നു പോകാതിരിക്കാനായി നമ്മൾ സ്ഥിരം ഓർക്കേണ്ടത് മാസത്തിൽ 1-ാം തീയതി എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. എല്ലാ മാസവും 1-ാം തീയതി ഒരു 5 മിനിറ്റ് സ്തനസ്വയ പരിശോധനയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. സ്ത്രീകളിലുള്ള ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രണ്ടാമത്തെ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV വൈറസ്, ഈ വൈറസാണ് ഗർഭാശയഗള ക്യാൻസറിന് ഏറ്റവും കാരണക്കാരനായിട്ടുള്ള ഒരാൾ. ഏതൊരു വൈറസ് ഇൻഫെക്ഷനെയും തടയാൻ നമുക്ക് വാക്സിൻ ഉണ്ട് എന്നറിയാം അല്ലേ? ഒട്ടനവധി വാക്സിൻസ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് കാരണക്കാരനായിട്ടുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ തടയാനായിട്ടുള്ള വാക്സിൻസും ഇന്ന് ലഭ്യമാണ്. ഇത് എടുക്കേണ്ടത് ഐഡിയലി അഡോളസൻ്റ് ആയിട്ടുള്ള, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കാണ്. 9 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ഡോസ് ഓഫ് വാക്സിനാണ് എടുക്കേണ്ടത്. ഇന്നൊരു ഡോസ് ഓഫ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കുക. 15 വയസ്സിന് മേലെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ 2 ഡോസ് എന്നുള്ളത് 3 ഡോസായി മാറുന്നു. ഇന്ന് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് ഒരു വാക്സിൻ, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വാക്സിൻ ഡോസ് എടുക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ മെച്ചമുണ്ട് എന്നാണ് എല്ലാ പഠനങ്ങളും തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാകുക എന്നുള്ളത് മാത്രമല്ല ക്രൈറ്റീരിയ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഏത് പ്രായത്തിലാണെന്നുണ്ടെങ്കിലും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഇൻഫെക്ഷനെ നമുക്കൊരു പരിധിവരെ തടയാനും കഴിയും. അതുമൂലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ ക്യാൻസർ ആയിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും. അഥവാ നമുക്ക് HPV വൈറസ് ഇൻഫെക്ഷൻ വന്നോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ ആ പ്രായം കഴിഞ്ഞു, നമ്മൾ കല്യാണമെല്ലാം കഴിഞ്ഞ് ആ അഡോളസൻ പീരീഡിലല്ലാതെയാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വന്നോ ഇല്ലയോ എന്നറിയാനായി നമുക്ക് പാപ്പ് സ്മിയർ അല്ലെങ്കിൽ HPV DNA ടെസ്റ്റ്, അതായത് ഈ വൈറസ് ഇൻഫെക്ഷൻ്റെ DNA നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ലഭ്യമാണ്. ആ ടെസ്റ്റ് 5 വർഷ ഇടവേളയിൽ 2 വട്ടമായി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഉത്തമ മാർഗം. അഥവാ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ഗർഭാശയഗളം അഥവാ സെർവിക്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ കരിച്ചു കളയാനും അങ്ങനെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനും നമുക്ക് കഴിയും. പ്രാരംഭഘട്ടത്തിൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മൂലമുണ്ടാകുന്ന ടോക്സിസിറ്റി, സൈഡ് എഫക്ട്സ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ ചികിത്സാ ചെലവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ ആയുർദൈർഘ്യം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ലോക ക്യാൻസർ ദിനത്തിൽ എന്തൊക്കെയാണ് ക്യാൻസറിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ക്യാൻസർ രോഗത്തെ തടയാം. ലോക അർബുദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ. Shagha